രാഹുൽ, ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. അപ്പോൾ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. കള്ളനും കൊള്ളക്കാർക്കും മാത്രമല്ല, മയക്കുമരുന്ന് എത്തിക്കുന്നവർക്കും ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവർക്കും ഒരു പിടിച്ചുകെട്ട് അത്യാവശ്യമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല രണ്ടും കൽപ്പിച്ചു തന്നെ. തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്ന കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലഹരി മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പല ഇടങ്ങളിലും ഇന്ന് അവർ കയ്യേറിയിരിക്കുകയാണ്. ഇന്ന് പല ഇരുണ്ട പ്രദേശങ്ങളും ഈ മാഫിയകൾ കയ്യേറി ആക്രമിക്കുന്ന രീതിയിലേക്ക്, അതായത് വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ചെറിയ കുട്ടികൾ പോലും ഇതിൻ്റെ അടിമകളാണ് എന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിനംപ്രതി വാർത്തകളിൽ ഒന്നായിരിക്കും ഈ ലഹരി മരുന്ന് മാഫിയ സംഘങ്ങളുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു കണ്ണിയൊന്നുമല്ല. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് KGF സിനിമയാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാത്തിനെയും അടിച്ചോടിക്കാനുള്ളൊരു നിലപാടുമായിട്ടാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല വന്നിട്ടുള്ളത് എന്നതൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അമിതമായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം നമ്മളറിയാം. നമ്മളെല്ലാം ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിപ്പോൾ ജീവിച്ചു പോകുന്നത്. അപ്പം ഇവിടുത്തെ സാഹചര്യം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. ഒരു വാട്സപ്പ് മെസ്സേജിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുന്നൊരു സംവിധാനങ്ങൾ പലയിടങ്ങളുണ്ട്. ഇത് വലിയൊരു ചങ്ങലയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന തന്നെ മതി, ഇത് കേൾക്കുന്ന പല ആളുകളും ഇത് ചെയ്യാനൊന്നും മടിക്കും. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർക്ക് വട്ടച്ചെലവിന് കാശ് വേണം. ആ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും സുഹൃത്ത് പറഞ്ഞിട്ടായിരിക്കും ഇവർ ആദ്യമേ ഇത്തരത്തിലുള്ള അതായത് ക്യാരി ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നത്. ആദ്യം ഉപയോഗമൊന്നും കാണില്ല. ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് ഒന്നോ രണ്ടോ വലിച്ചിട്ടുള്ള ഇത് മാത്രമായിരിക്കും. അതിനുശേഷം ഇവർ പിന്നീട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ കൊടുത്താൽ മതി, നിനക്ക് ഇത്ര രൂപ തരാം, അപ്പോൾ റിസ്ക് ഒന്നുമില്ലല്ലോ, പോകുന്ന വഴിക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെ കൊടുത്ത് വട്ടച്ചെലവിനുള്ള കാശ് സമ്പാദിക്കാൻ വന്ന് പിന്നീട് ആ ഒരു കുഴിയിലേക്ക് വീഴുന്ന പല ആളുകളും നമ്മുടെ മുന്നിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് ആളുകളെ കൂടുതലും ചേർക്കുന്നത്. അപ്പോൾ ഇവർക്ക് സൗജന്യമായിട്ട് പല സാധനങ്ങളും കൊടുക്കും. അപ്പോൾ ഇതിനെ വേരോടെ അറക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ലഹരി വേട്ട, നമ്മൾ എക്സൈസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന റീലുകൾ കാണാറില്ലേ? ഈ കാറിന്റെ രഹസ്യ അറകൾ പൊളിച്ച് കഞ്ചാവ് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നു, ഷൂസിനടിയിൽ നിന്ന് കണ്ടെത്തുന്നു, ഇത്തരം റീലുകൾ കാണാറുണ്ട്. ഇതിന്റെ കമന്റ് ബോക്സുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഇത് പോലീസിന്റെ മിടുക്കൊന്നുമല്ല, ആരോ ഒറ്റിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റിക്കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ട് ഒന്നോ രണ്ടോ ചെറിയ കണ്ണികളെ പിടിക്കാൻ മാത്രമാണ് അത് ഉപകരിക്കുക. ഇത്തരത്തിലുള്ള ഒറ്റലുകൾ നടക്കുന്നത് ആ ബിസിനസ്സിനിടയിലെ തർക്കങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇതിന്റെ ഉറവിടത്തിൽ പോയി കണ്ടെത്തുക, അല്ലെങ്കിൽ ആരാണോ തുടങ്ങി വെക്കുന്നത് അവിടേക്ക് എത്തുക, ഇതൊന്നുമില്ല. ചെറിയ മീനുകളെ പിടിച്ച് മാധ്യമങ്ങളിൽ വാർത്തകളാക്കി ലഹരിവേട്ട, വൻ ലഹരിവേട്ട എന്ന പേരിൽ അതിങ്ങനെ കടത്തുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. ഇതിന്റെ റൂട്ടിൽ നിന്നുള്ള ഒരു സൊല്യൂഷൻ ഇതിനൊന്നും കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കൊച്ചി മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇത് സുലഭമായി കിട്ടുന്നത്. നമ്മൾ റീലുകളിലൊക്കെ തമാശ രൂപേണ കണ്ടിട്ടുണ്ട്, കൊച്ചിയാണ് മയക്കുമരുന്നിന്റെ ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമയത്ത് നിശാ പാർട്ടികൾക്കൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഇതിന് കുറവുണ്ടായോ? ഒരിക്കലുമില്ല. നമുക്ക് വെറുതെ റോഡിൽ ഇറങ്ങി നിന്നാൽ കിട്ടുന്ന ഈ ലഹരി വസ്തുക്കൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേർ വന്ന് തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ക്രൈമും കൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതൊരു ക്രൈം എടുത്ത് നോക്കിയാലും ആദ്യം പ്രതി ലഹരിക്ക് അടിമയായിരുന്നോ, അല്ലെങ്കിൽ ലഹരിയുടെ ഒരു പിടിയിലാണോ ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തതെന്നുള്ളൊരു ചോദ്യത്തിലേക്ക് നമ്മൾ ആദ്യമേ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ ഇവിടെ അടിവരയിട്ട് പറയുകയാണ്, ഇവിടെ ലഹരി സുലഭമായി കിട്ടും,
എല്ലാവർക്കും ലഭിക്കുന്ന ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സാധനമായി ഈ പറഞ്ഞ അഡിക്റ്റീവ് സംഭവങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തന്നെ നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത് തന്നെ ആലുവയിലാണ്. ഈ ആലുവയിലാണ് ഏറ്റവും കൂടുതലും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലും ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് പെരുമ്പാവൂര്. അവിടെ ഒരു ചില സ്ഥലങ്ങളിലേക്ക് പോലും നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു. നടന്നു പോയ സ്ത്രീയുടെ ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ച് അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നൊരു നാടായിട്ട് നമ്മുടെ കേരളം മാറുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. അത് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ ആദ്യം വരികയാണെങ്കിൽ അവരോട് ഗുഡ് മോർണിംഗ് പറയും, അല്ലെങ്കിൽ നമസ്കാരം പറയും, അവരെ സ്വാഗതം ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുത്തി അവരുടെ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞതിന് ശേഷം ആ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും അവരെ വിടുന്നത് എന്നുള്ള കാര്യം ഇന്നും കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിലും, ഞാൻ ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളതാണ്. നമുക്കറിയാം അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തിനാണ് എന്ന് പോലും ചോദിക്കത്തില്ല. സാധാരണപ്പെട്ട അമ്മമാരുണ്ടെന്നേ, ചില വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് മക്കളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വന്നിട്ട് ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവർ വെളിയിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. ഒരു പോലീസുകാരൻ പോലും വന്നിട്ട് എന്താണ് എന്ന് ചോദിച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വി ഡി സതീശന്റെ അടുത്ത് പോയി ഇങ്ങനെ വീട്ടിൽ കുറെ ആൾക്കാർ, എനിക്ക് ആപത്താണ്, ഭീഷണിയായ കുറെ ആൾക്കാർ ചുറ്റുമുണ്ട് എന്ന് പറയുമ്പോൾ അത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതാണ്. അവർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 484 പോലീസ് സ്റ്റേഷനുകൾ കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കം ഉണ്ടാകണം. ആദ്യം ക്ലെൻലിനെസ് ഉണ്ടാകണം, വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഒരു ബേസിക്സ് ഉണ്ടാവണം, ഗുഡ് മോർണിംഗ് പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു മര്യാദ ഉണ്ടാകണം ആൾക്കാരിലേക്ക്. അതുപോലെ തന്നെ ആര് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാലും അവരെ കുറ്റവാളികളായിട്ടല്ല, ആദ്യം മനുഷ്യരായിട്ട് നിങ്ങൾ കണ്ടു തുടങ്ങൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആർക്കും പോലീസ് സ്റ്റേഷനിൽ, ഇപ്പോൾ കേരളത്തിലുള്ള ചില പോലീസ് സ്റ്റേഷനുകൾ നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയും, കാരണം ആർക്കും കയറി ചെല്ലാൻ ഭയമാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പലരും മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പുറത്തുള്ള ഗുണ്ടയേക്കാൾ വലിയ ഗുണ്ടയാണ് അകത്തിരിക്കുന്നത്. ആ രീതിയിലാണ് കേരളത്തിലെ പല പോലീസുകാരും ഇന്ന് പെരുമാറുന്നത്. ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാകണം. ജനങ്ങളെ, അതായത് പരാതി പറയാൻ വരുന്ന ജനങ്ങളെ, ഇപ്പോൾ രാഷ്ട്രീയ പരാതികളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വിഷയവുമായിട്ട് ദൂരെയെങ്ങും പോകണ്ട. ഇപ്പോൾ ADGP ആലപ്പുഴയിൽ നടന്ന വിഷയം, ADGP അജിത് കുമാർ, അപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ ഉന്നത തലത്തിൽ നിന്നുള്ള രീതിയിലുള്ള ഇടപെടൽ അതിൽ നടന്നു. അവർ പോലീസുകാർ കൊടുത്ത റിപ്പോർട്ട് പോലും തിരുത്തുന്ന രീതിയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ തിരുത്തിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കും. പക്ഷെ അടി കിട്ടിയവൻ MLA ആവുമെന്ന് അറിഞ്ഞില്ല. സത്യം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പോലീസുകാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടകൾ. ഈ ഗുണ്ടകളോട് ഇരുന്ന് മദ്യപിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടില്ലേ? അത് TP ചന്ദ്രശേഖരന്റെ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ടിരുന്ന് കൊടിശുനിയുമായിട്ടൊക്കെ ഇരുന്നിട്ട് മദ്യപിക്കുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹനം നിർത്തിയിട്ട് അതിൽ മദ്യപിക്കുന്ന, യൂണിഫോമിലിരുന്ന് മദ്യപിക്കുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഇവിടുത്തെ ഗുണ്ടകളെ വളർത്തുന്നതിൽ ഏറ്റവും കൂടുതലും പങ്ക് വഹിക്കുന്ന ആളുകൾ കേരളത്തിലെ പോലീസുകാരാണ്. കേരളത്തിലെ പോലീസാണ് കേരളത്തിലെ ഗുണ്ടകളെ വളർത്തുന്നത്. ഈ മയക്കുമരുന്ന് മാഫിയകളെ വളർത്തുന്നതും അവർ തന്നെയാണ്. ഈ ചെറിയ കൈക്കൂലി കിട്ടുന്നതും ചെറിയ മാസപ്പടിയും ചെറിയ കമ്മീഷനും വാങ്ങിക്കൊണ്ട് പല കേസുകളിലും കണ്ണടച്ചു കൊടുക്കുന്നതും ഇവർ തന്നെയാണ്. ഒരു 10 വർഷം മുൻപ് ഞാനോ രാഹുലോ കഞ്ചാവ് എന്താണെന്നോ MDMA എന്താണെന്നോ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. 10 വർഷത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല ഇത്. ഇത് പെട്ടിക്കടകളിൽ വരെ കിട്ടും. അതായത് കേരളത്തിന്റെ ഏതെങ്കിലും പെട്ടിക്കടയിൽ വരെ കിട്ടുന്നൊരു സാധനമായിട്ട് ഇന്ന് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ, 10 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ ഇത് സുലഭമായിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെ പൊളിച്ചെഴുതുകയാണ് രമേശ് ചെന്നിത്തല ആദ്യം തന്നെ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയമാണ്, ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ നമ്മുടെ കുട്ടികൾ വരെ ഇതിന് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അവരെ വലയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവരെ, ഈ വലിയ ചെയിനിനെ തടയാൻ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ ഈ സംവിധാനത്തോടൊപ്പം നിൽക്കണമെന്നാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. ഇതോടുകൂടിയെങ്കിലും ഒരു വലിയ മാറ്റം ഉണ്ടാകണം. കുഞ്ഞുങ്ങൾ മുതൽ വലിയവരിലേക്കാണെങ്കിൽ പോലും ഈ രാസവസ്തുക്കൾ അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കളൊന്നും എത്താതിരിക്കാൻ വിൽക്കാൻ ഭയപ്പെടണം. കയ്യിൽ കൊണ്ടു നടക്കാൻ ഭയപ്പെടണം. ആ ഭയം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും.